സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയാണ് ജാസ്മിൻ ജാഫർ. റീലുകളിലൂടെയാണ് ജാസ്മിനെ സോഷ്യൽ മീഡിയ പരിചയപ്പെടുന്നത്. പിന്നീട് ബിഗ് ബോസിലെത്തിയതോടെ ജാസ്മിൻ താരമായി മാറുകയായിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ. ടോപ്പ് 3-ൽ എത്താൻ സാധിച്ചെങ്കിലും വിന്നറാകാൻ ജാസ്മിന് സാധിച്ചിരുന്നില്ല. അതേസമയം വിജയിച്ചില്ലെങ്കിലും സീസൺ 6 തന്റേതാക്കി മാറ്റാൻ ജാസ്മിന് സാധിച്ചിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 6-ന് അകത്തും പുറത്തും ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരായിരുന്നു ജാസ്മിൻ. സഹതാരമായ ഗബ്രിയുമായുള്ള സൗഹൃദമാണ് ബിഗ് ബോസ് വീട്ടിലും പുറത്തുമെല്ലാം ജാസ്മിനെ വിവാദ താരമാക്കിയത്. ജാസ്മിനെതിരെ മാത്രമല്ല താരത്തിന്റെ വീട്ടുകാർക്കെതിരെയും വലിയ തോതിലുള്ള സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. ഗബ്രിയുമായുള്ള അടുപ്പത്തെ തുടർന്ന് വലിയ വിമർശനങ്ങളാണ് ജാസ്മിൻ നേരിട്ടത്. ഷോ തീരുന്നതോടെ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള സൗഹൃദവും അവസാനിക്കുമെന്ന് പലരും പറഞ്ഞിരുന്നു. എന്നാൽ വിമർശനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തുന്ന ജാസ്മിനെയാണ് പിന്നീട് കണ്ടത്. ഷോയ്ക്ക് ശേഷവും ഇരുവരും തമ്മിലുള്ള സൗഹൃദം ശക്തമായി തുടരുകയായിരുന്നു. ജാസ്മിന്റെ യൂട്യൂബ് ചാനലിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു ഗബ്രി. ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോഷൂട്ടുകളും റീലുകളുമെല്ലാം വൈറലായി മാറാറുണ്ട്. ഇപ്പോഴിതാ പുതിയൊരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ജാസ്മിൻ. തായ്ലാന്റിലേക്ക് യാത്ര പോവുകയാണ് ജാസ്മിൻ. ഇതിനു മുന്നോടിയായുള്ള തന്റെ ഒരുക്കങ്ങളാണ് വീഡിയോയിലൂടെ ആരാധകരുമായി ജാസ്മിൻ പങ്കുവെക്കുന്നത്. എല്ലാത്തിനും കൂടെയുള്ള ഗബ്രി ഇത്തവണത്തെ യാത്രയിൽ ജാസ്മിന്റെ കൂടെയില്ല. ഇക്കാര്യം ആരാധകരും ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ അത് കമന്റുകളിലൂടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ട്രിപ്പുകൾ പോകുമ്പോഴും മറ്റുമെല്ലാം കൂടെ ഉണ്ടാകാൻ സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയാണ് ജാസ്മിൻ ജാഫർ. റീലുകളിലൂടെയാണ് ജാസ്മിനെ സോഷ്യൽ മീഡിയ പരിചയപ്പെടുന്നത്. പിന്നീട് ബിഗ് ബോസിലെത്തിയതോടെ ജാസ്മിൻ താരമായി മാറുകയായിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ. ടോപ്പ് 3-ൽ എത്താൻ സാധിച്ചെങ്കിലും വിന്നറാകാൻ ജാസ്മിന് സാധിച്ചിരുന്നില്ല. അതേസമയം വിജയിച്ചില്ലെങ്കിലും സീസൺ 6 തന്റേതാക്കി മാറ്റാൻ ജാസ്മിന് സാധിച്ചിരുന്നു. ബിഗ് ബോസ് മലയാളം